ഉക്രൈനിൽ റഷ്യൻ സൈന്യം നടത്തിയ കപ്പലാക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ 26-കാരൻ അഖിൽ ജോയനാണ് കൊല്ലപ്പെട്ടത്. പുതിയ ജോലിയിലേക്ക് മാറാനിരിക്കുകയും വിവാഹത്തിന് കേവലം 2 മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയുമാണ് നാടിനെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തി ഈ ദുരന്ത വാർത്ത എത്തുന്നത്. കഴിഞ്ഞ 6 വർഷമായി മർച്ചന്റ് നേവിയിൽ നാവികനായി ജോലി ചെയ്തു വരികയായിരുന്നു അഖിൽ. ഉക്രൈനിലെ ഒഡേസ തുറമുഖത്തിന് സമീപം ഗിനിയ ബിസാവു പതാക വഹിച്ചുള്ള MV ഗോൾഡൻ ലിയോ എന്ന ചരക്ക് കപ്പലിന് നേരെയാണ് റഷ്യൻ ആക്രമണമുണ്ടായത്. ഉക്രൈനിൽ നിന്നുള്ള ചോളവുമായി പോവുകയായിരുന്ന കപ്പലിന് നേരെ ഞായറാഴ്ചയാണ് ആക്രമണം നടന്നത്. ആക്രമണത്തിൽ അഖിലിനെയും മറ്റ് ഇന്ത്യക്കാരെയും കൂടാതെ 5 സിറിയൻ പൗരന്മാർ ഉൾപ്പെടെ ആകെ 10 പേർക്കാണ് ജീവൻ നഷ്ടമായത്. കപ്പലിലുണ്ടായിരുന്ന 8 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അഖിൽ ജോലി ചെയ്തിരുന്ന കപ്പൽ കമ്പനിയിൽ നിന്നും കുടുംബത്തിന് മരണവിവരം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക ഇമെയിൽ സന്ദേശം ലഭിച്ചത്. നാട്ടിലെ ഇലക്ട്രിക്കൽ കടയിലെ ജീവനക്കാരനായ ജോയന്റെയും ഇൻഷുറൻസ് ഏജന്റായ സാലിയുടെയും ഏക മകനാണ് അഖിൽ. പുതിയ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയ കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും ഈ യുവാവിലായിരുന്നു. 3 മാസം മുൻപ് അവധിക്ക് നാട്ടിലെത്തിയ അഖിലിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. ആലപ്പുഴ സ്വദേശിനിയുമായുള്ള വിവാഹം 2 മാസത്തിനുള്ളിൽ നടക്കാനിരിക്കെയാണ് വിധി ക്രൂരമായി ഇടപെട്ടത്. നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരനായ അഖിൽ മികച്ച ഒരു വടംവലി താരം കൂടിയായിരുന്നു എന്ന് വാർഡ് മെമ്പർ ഷോബി ജോസഫ് പ്രതികരിച്ചു. മികച്ച ഭാവിക്കായി വൈകാതെ തന്നെ പുതിയൊരു കപ്പൽ കമ്പനിയിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അഖിൽ. അതേസമയം അഖിലിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ഊർജിതമാക്കി. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായും റഷ്യൻ കോൺസുലേറ്റുമായും ബന്ധപ്പെട്ട അടിയന്തര നടപടികൾ സ്വീകരിക്കാനും വിവരങ്ങൾ ശേഖരിക്കാനും നോർക്കയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലും ശ്രമങ്ങൾ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.